കുട്ടികളിൽ എങ്ങനെയാണ് ഈ വായനാശീലം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ കുറച്ച് ദിവസം മുമ്പ് ഒരു ഡിസ്കഷൻ ഇങ്ങനെ വന്നായിരുന്നു. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിനുള്ളൊരു കമൻറ്റ് അല്ലെങ്കിൽ റിപ്ലൈ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ ആ ചോദ്യം ചോദിച്ച ആൾക്ക് മകൾക്ക് 6 വയസ്സാണ്. ഇപ്പം എൻ്റെ മക്കളും എനിക്കും 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. മകനുണ്ട്, 3 വയസ്സുള്ള ഒരു മകളുണ്ട്. ഒപ്പം ഒരു 6 മാസമുള്ള ഒരു കുഞ്ഞു കൊച്ചുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ആ മൂത്ത 2 കുട്ടികളുടെ ഇടയ്ക്ക് ഇപ്പോൾ 6 വയസ്സുകാരൻ്റെയും 3 വയസ്സുകാരിയുടെയും ഇടയ്ക്ക് ഈ കഥകള് ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. എനിക്ക് അവരെന്നെ കീഴടക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കഥകള്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് അവർക്ക് വായനാശീലം വളർത്തുക എന്നുള്ളത്. സ്റ്റഡീസ് പറയണത് കുഞ്ഞുങ്ങൾ ജനിച്ച് വളരണ സമയം തൊട്ടേ അവർക്ക് കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങും. പിന്നെ അവർ പ്രായം കൂടുന്നതനുസരിച്ച് അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഒരു 3 വയസ്സൊക്കെ കഴിയുമ്പോൾ അവർ ആ കഥകളിലെ കാര്യങ്ങളിലെ ഭാവന കൊണ്ട് കാണാനും, അതുപോലെ നമ്മൾ വിവരിക്കണ കാര്യങ്ങൾ അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് ഇമാജിനേഷൻ ചെയ്യാനും പറ്റും. അപ്പൊ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ കാലത്ത് മനുഷ്യന് വേണ്ട ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള മോസ്റ്റ് വാല്യുബിൾ ആൻഡ് റയറസ്റ്റ് സ്കില്ലുകളിൽ ഒന്നാണ് അറ്റൻഷൻ. അപ്പം ഞങ്ങൾ പല പുസ്തകങ്ങളും പല എപ്പിസോഡുകളിൽ നമ്മളത് പറയുന്നുണ്ട്. കാരണം ആ ഒരു അറ്റൻഷൻ ഇല്ലായ്മയാണ് ഇപ്പോൾ ഉള്ള ജനറേഷനും, അതായത് ഇനി അങ്ങോട്ടുള്ള ജനറേഷനും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോണത്. അപ്പോൾ അതിലേക്കുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് പുസ്തകങ്ങൾ. അല്ലെങ്കിൽ ആ പുസ്തകങ്ങളിൽ നിന്ന് നമ്മളെ വാക്കുകൾ വായിച്ച് നമ്മളുടെ തലച്ചോറിൽ അത് പ്രോസസ്സ് ചെയ്ത് നമ്മളെ ചിത്രങ്ങളാക്കി കാണിച്ച് നമുക്കൊരു സന്ദേശം തരിക എന്ന് പറയുന്ന ആ ഒരു വായന അനുഭവം ഉണ്ടല്ലോ, അതാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ല രസത്തിൽ ആ ഒരു അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപാധി. ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് കൂടെ ചെയ്യണ 1, 2 കാര്യങ്ങളാണ്. എല്ലാ ദിവസവും ഞാൻ വൈകിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കഥകൾ വായിച്ചു കൊടുക്കും. ഇപ്പം എൻ്റെ കയ്യിൽ പുസ്തകങ്ങളുണ്ട്. പുസ്തകത്തിലെ കഥകൾ ഞാൻ വായിച്ചു കൊടുക്കും, അത് പറഞ്ഞു കൊടുക്കും. ഒരു വെരി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ശബ്ദം എല്ലാം ടോണും എല്ലാം മാറ്റി നല്ല രസത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ആ കഥകൾ കേൾക്കും. പക്ഷേ ഞാൻ ഇന്ന് വായിച്ച കഥ ചിലപ്പോൾ അടുത്ത ആഴ്ച ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ അവർ പറയും, "അച്ഛാ, ഈ കഥ അച്ഛൻ ഒരിക്കൽ പറഞ്ഞതെന്താണെന്ന്" പറയാം. അതിൻ്റെ അർത്ഥം അവർക്ക് അവരുടെ ഓർമ്മശക്തിയും അതിൻ്റെ ഒപ്പം തന്നെ കൂടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് വായിക്കുമ്പോൾ അവർക്ക് ഒരു ഇമോഷണൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എമ്പതി, ദയ, ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഞാനും കുറച്ച് നാൾ മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് നടക്കാൻ പോണ സമയത്ത് ഒരു കിളി ഇലക്ട്രിക് പോസ്റ്റിൽ ഷോക്ക് അടിച്ചിട്ട് ചത്ത് കിടക്കണത് എൻ്റെ മകള് കാണുകയാണ്, 3 വയസ്സുള്ള ആള്. അവളത് 2, 3 ദിവസം ഭയങ്കരമായിട്ട് അലോസരപ്പെടുത്തി. അവള് വീട്ടിലും വന്നിട്ട് പറയായിരുന്നു, "അച്ഛാ, ആ കിളി എങ്ങനെയാണ് ചത്തത്? അല്ലെങ്കിൽ ആ കിളിക്ക് എന്ത് പറ്റി?" കാരണം ആ കിളി എന്നുള്ള ആ ഒരു ജീവിയുടെ അതിനെ അവള് ഇമോഷണലി അത് എടുക്കുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങളത് പറഞ്ഞ് പോയി, അത് മാഞ്ഞുപോയി. പക്ഷേ അത്തരം ചെറിയ ചെറിയ വികാരങ്ങളുണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് നമ്മള് ഈ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഇമോഷണലി ടോട്ടലി ബ്ലണ്ടാണ്. ഇപ്പം നമ്മളൊരിക്കൽ പറഞ്ഞ പോലെ ഒരാൾ മരിച്ച വീഡിയോ സ്ക്രോളിൽ വന്നു കഴിഞ്ഞാൽ അടുത്തത് കാണുന്നത് കല്യാണമായിരിക്കാം. പിന്നെ കാണുന്നത് വേറെ എന്തോ ആഘോഷമായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെയും നമ്മളുടെ ഇമോഷണലി പോലും നമ്മൾ കണക്റ്റഡ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു അറ്റൻഷൻ ഇല്ലാണ്ട് ഫോക്കസ് ഇല്ലാണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ മക്കൾക്ക് ഞാൻ കഥകൾ പുസ്തകത്തിൽ നോക്കി വായിച്ചു കൊടുക്കും. പിന്നെ എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ഞാൻ പോകണതിൻ്റെ കൂടെ ഞാൻ അവരും ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവർ ആ ലൈബ്രറിയിൽ കാണും, പുസ്തകങ്ങൾ കാണും, അവിടെ കാണുന്നതെല്ലാം അവരത് മനസ്സിലാക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും അവർക്കൊരു റുട്ടീൻ പോലെയാണ്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 1 മണിക്കൂർ ലൈബ്രറിയിൽ എൻ്റെ കൂടെ വരിക എന്ന് പറയുമ്പോൾ അതും ആ ഒരു വായനാശീലം വളർത്താൻ അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ അവർക്ക് മിക്കപ്പോഴും ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുക്കുന്നത് ഈ ഫ്ലാഷി ടോയ്സിനേക്കാളും നല്ല പുസ്തകങ്ങളാണ്. അല്ലെങ്കിൽ ആ പുസ്തകങ്ങളും അതിൻ്റെ ചട്ടകളും അതിൻ്റെ കഥകളൊക്കെയാണ്. അപ്പോൾ അവരുടെ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഓക്കെ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അച്ഛൻ ചിലപ്പോൾ നമ്മൾ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാവുന്നത് എന്തെങ്കിലും അവർ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നത്, അവരൊരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഗിഫ്റ്റ് പുസ്തകങ്ങളാണ്. അപ്പോൾ അതവർക്ക് സ്വാഭാവികമായിട്ടും അതിലൊരു ഇൻട്രസ്റ്റ് കൂട്ടും. പടം വരയ്ക്കാനുള്ളതും കളറുകൾ യൂസ് ചെയ്യാനുള്ളതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ നാച്ചുറലി അത് വളരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എന്ന് മാത്രമല്ല, നമ്മൾ മുതിർന്നവരാണെങ്കിൽ പോലും വായന സമ്പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നെല്ലാം എളുപ്പത്തിൽ കിട്ടും. കുട്ടികൾക്കാണെങ്കിൽ ഈസിയാണ്. നമുക്ക് പ്രത്യേകിച്ചും പാരൻസിന് ഒരു ടി.വി വെച്ച് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. പക്ഷേ അത്തരം ഇൻഫർമേഷൻസ് അവരുടെ തലയിൽ റിട്ടൈൻഡ് അല്ല. അതിനേക്കാളും നമുക്ക് ആ ഒരു ഇമാജിനേഷനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് പുസ്തകങ്ങളാണ്, കഥകളാണ്. കഥകൾ
കുട്ടികൾക്കും മുതിർന്നവർക്കും മാത്രമല്ല, ഈ മനുഷ്യനെല്ലാം ഞങ്ങളെപ്പോഴും പറയാറുള്ള പോലെ അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതാണ് കഥകൾ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളൊരു ഒരു കൊച്ചിൻ്റെ പ്രത്യേകിച്ചും ഒരു ആദ്യത്തെ 1000 ദിവസങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ ടെഡെക്സ് ടോക്കിൻ്റെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. 1000 ദിവസങ്ങളിലെ ആ ഒരു കൊച്ച് എങ്ങനെ കാണുന്നു ജീവിതത്തിനെ, അല്ലെങ്കിൽ അവസാനത്തെ ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ പുസ്തകങ്ങൾ ഇങ്ങനെയാണ് വായിക്കുക. ഒപ്പം ഒത്തിരി പേര് ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറെ റിക്വസ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയാണ് ഇത്ര ഫാസ്റ്റായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്നത്? ഞാൻ കഴിഞ്ഞൊരു 1, 2, 1.5 വർഷം കൊണ്ട് തന്നെ ഏകദേശം 150ഓളം പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചെടുത്തത്. എൻ്റെ ഒരു ഇഷ്ടവും പാഷനും ഒക്കെ അതുകൊണ്ടാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ ടെക്നിക്സും ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യണത് എന്നറിയണമെങ്കിൽ ഇതിന് താഴെ റീഡ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല 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 രസത്തിൽ എങ്ങനെ നമുക്ക് കൂടുതൽ നമ്മൾ കൂടുതൽ ആശയങ്ങൾ നഷ്ടപ്പെടാതെ പുസ്തകങ്ങൾ വായിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ഇതിന് താഴെ റീഡ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 1, 2 പുസ്തകങ്ങളുടെ അവരുടെ കയ്യിലുണ്ടാവണം. അവർ പുസ്തകങ്ങൾ വീട്ടിൽ കാണണം. അല്ലെങ്കിൽ പുസ്തകങ്ങളുള്ള സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകണം. നിങ്ങൾ വായിക്കണത് അവരുടെ മുമ്പിൽ വായിക്കണം. അങ്ങനെ ആ സ്കില്ല് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് അതുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ സ്കില്ലുകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. എന്തോ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഓൺടർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, ബാക്കി എന്തോ കരിയർ ആയിക്കോട്ടെ, സ്കില്ലായിക്കോട്ടെ, ഈ വായനയിൽ നിന്ന് നമുക്ക് നേടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സ്കില്ലും ഇല്ല. കാരണം ലോകത്തിലെ അറിവെല്ലാം ലോകത്ത് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് കാലങ്ങളായിട്ട് എത്രയോ പുരാതന കാലം തൊട്ടേ പുസ്തകങ്ങളിലാണ്. അപ്പോൾ പുസ്തകങ്ങൾ ജീവനാണ്, എനർജിയാണ്, അറിവാണ്. നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്ന പൈസയും നിങ്ങൾ വായിക്കണ പുസ്തകങ്ങൾക്ക് അനുസരിച്ചിരിക്കുമെന്നാണ് പല എഴുത്തുകാരും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എങ്ങനെ ഫാസ്റ്റ് റീഡിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന് താഴെ റീഡ് എന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ഏകദേശം ഒരു 100-150 പേരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത്തരം വീഡിയോസിനെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. താങ്ക് യു.